ശബരിമല യുവതീ പ്രവേശനത്തിൽ മലക്കം മറിഞ്ഞ ദേവസ്വം ബോർഡ്. ശബരിമല ആചാരം സംരക്ഷിക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. യുവതീ പ്രവേശനത്തെ എതിർക്കുമെന്ന് സുപ്രീം കോടതിയിൽ അറിയിക്കും. ഇന്നത്തെ ദേവസ്വം ബോർഡ് യോഗത്തിലാണ് നിർണായകമായ തീരുമാനം. മലക്കം മറിച്ചിലുണ്ടാകുന്നത് ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണമെന്നാണ് ബോർഡ് നിലപാടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. ആദ്യം കെ ജയകുമാറിന്റെ പ്രതികരണം. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിനെ സംബന്ധിച്ചിടത്തോളം ബോർഡ് ചർച്ച ചെയ്തു. ബോർഡിന് അതിനകത്ത് ആശയക്കുഴപ്പമൊന്നും തന്നെ ഇല്ല. നമ്മുടെ ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചിരിക്കുന്നതും ആ നിയമം അനുസരിച്ചും ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും പരിരക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സുപ്രീം കോടതിയിൽ നിലവിലുള്ള ആ ഉത്തരവിന് കണ്ടസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ തീരുമാനം. അവിടെ കാലാകാലങ്ങളിലായിട്ട് നിലവിൽ നിന്ന് സ്ത്രീ പ്രവേശനത്തെ സംബന്ധിക്കുന്ന ആചാരങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ് ബോർഡിൻ്റെ സുചിന്തിതമായ അഭിപ്രായം. അത് കോടതിയെ അറിയിക്കാൻ മാർച്ച് 14 മുമ്പ് അറിയിക്കണം. അത് അറിയിക്കാൻ നമ്മൾ ബന്ധപ്പെട്ടവരെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചു. അതിനുള്ള റെസൊല്യൂഷനും എടുത്തിട്ടുണ്ട്. 2 റെസൊല്യൂഷനും ഇന്ന് ബോർഡ് എടുക്കുകയുണ്ടായി. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരം ചെയ്യുന്നു. ഷഫീദ്, ഈ പറയുന്ന പോലെ യുവതീ പ്രവേശനത്തിൽ മലക്കം മറിയുമ്പോൾ നിലപാട് മാറ്റുമ്പോൾ സ്വതന്ത്രമായി ബോർഡ് എടുത്ത തീരുമാനമെന്ന് വിശ്വസിക്കാൻ വയ്യ. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർട്ടിയും സർക്കാരും ഒക്കെ എടുത്ത നിലപാട് മാറ്റത്തിന്റെ ഭാഗമായി തുടരുന്ന നിലപാട് മാറ്റമായി തന്നെയല്ലേ യുവതീ പ്രവേശനത്തെ എതിർക്കുമെന്ന ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പുതിയ നീക്കത്തെ കാണേണ്ടത്? സുഹേൽ, ഉറപ്പായിട്ടും. കാരണം ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ തന്നെ അവരുടെ നിലപാടിൽ ഒരു യു ടേൺ എടുക്കുന്നു എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ ഈ തീരുമാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിന് ഒരൊറ്റ കാര്യമാണ് അവർക്ക് മുന്നിലുള്ളത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യമാണ്. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മോടൊപ്പം ചേർന്നു. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അതിന്റെ നിലപാടുകളിൽ നിന്ന് മാറുന്നു. യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ട് കോടതി സത്യവാങ്മൂലം അർപ്പിക്കാൻ പോകുന്നു. ഈ ഘട്ടത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു? ആകെ മൊത്തം മുൻ നിശ്ചയിച്ച അല്ലെങ്കിൽ നേരത്തെ എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് ടോട്ടലി മാറുകയാണോ? സയൽകുമാർ, കേൾക്കാമെങ്കിൽ ഇപ്പോൾ ദേവസ്വം ബോർഡും അവർ നേരത്തെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് മലക്കം മറിയുന്നു അല്ലെങ്കിൽ മാറുന്നു. സർക്കാരും ഇത് സംബന്ധിച്ച് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ട് സത്യവാങ്മൂലം നൽകുമ്പോൾ നേരത്തെ അറിയിച്ചതാണ്. ആകെ മൊത്തം പാർട്ടിയും സർക്കാരും ദേവസ്വം ബോർഡും നേരത്തെ സ്വീകരിച്ച നിലപാടുകളിൽ നിന്ന് മാറുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ഇക്കാര്യത്തില് CPM ഒരു കക്ഷി ആയിരുന്നില്ല. ഒരു പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് CPM ഭരിക്കുന്ന സർക്കാർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലല്ല പാർട്ടി നിലപാടെന്ന് പറഞ്ഞാൽ CPMന്റെ ഒരു നിലപാടുണ്ടായിരുന്നില്ല. നമ്മൾ എപ്പോഴും ഒരു കാര്യം പറയുമ്പോൾ അതിൽ വ്യക്തത വരുത്തി പോകണം. CPIM ഒരു ഈ കേസിൽ കക്ഷിയല്ല. CPM നിലപാടെടുത്ത് കേസിൽ കക്ഷിയായ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഈ സർക്കാർ ഭരിക്കുന്ന CPM നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റ് നിലപാട് സ്വാഭാവികമായി പാർട്ടിയുടെ നിലപാടെ പ്രതിഫലിക്കും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. രണ്ട് CPMന്റെ ഒരു ഗവൺമെന്റ് എന്നല്ല ഈ ഗവൺമെന്റ് പറയുക. ഈ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റാണ് എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനാ സംവിധാനത്തിന്റെ കീഴിൽ ഒരു ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റാണിത്. ഇടപെട്ടുള്ള ഒറ്റ കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ CPM ഈ വിഷയത്തിൽ CPM നിലപാട് എന്താണ്? യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമല യുവതികൾ പ്രവേശിക്കണോ വേണ്ടയോ? അതെ, ഇതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യം. CPMന്റെ ഏതെങ്കിലും ഒരു പ്രകടന പത്രികയിലോ LDF പ്രകടന പത്രികയിലോ ഏതെങ്കിലും ക്ഷേത്രത്തിലെ ഏതെങ്കിലും ആചാരം സംബന്ധിച്ച് ഞങ്ങൾക്ക് നിലപാടുണ്ടോ? അത് ആ സ്ഥാപനം നടത്തുന്ന ആളുകളുടെ അവിടുത്തെ വിശ്വാസം അനുസരിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ശബരിമലയിൽ ഒരു പുതിയ പ്രശ്നം വന്നു. എന്താണ് പുതിയ പ്രശ്നം? 91 വരെ അവിടെ സ്ത്രീ പ്രവേശനം ഉണ്ടായിരുന്നു. 55 വയസ്സ് എന്ന വ്യവസ്ഥ ആദ്യമായി വരുന്നത് ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷന്റെ പരിപൂർണന്റെ വിധിയെ തുടർന്നാണ്. ആ വിധി കേരളത്തിലെ LDF സർക്കാർ നടപ്പാക്കി. അല്ല, CPMന്റെ നയം മറ്റൊന്നാന്ന് പറഞ്ഞ് ജസ്റ്റിസ് പരിപൂർണന്റെ കോടതി വിധി. അങ്ങനെയാണെങ്കിൽ ഇത് നേരത്തെ തന്നെ തീരുമാനമെടുക്കാമായിരുന്നല്ലോ. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ സർക്കാരിന്റെ ഈ അഭിപ്രായം തേടിയപ്പോൾ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരു സത്യവാങ്മൂലം നൽകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾക്ക് വളരെ തെറ്റി. അങ്ങനത്തെ വാചകം ആ സത്യവാങ്മൂലത്തിൽ കാണിച്ചു തരാമോ? യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വാചകം സത്യവാങ്മൂലത്തിൽ ഇല്ല. ഞങ്ങളുടെ സ്വതന്ത്രമായ നിലപാടെന്താണ്? ആ ഗവൺമെന്റ് പറഞ്ഞ നിലപാടെന്താണ്? ഹിന്ദുമതത്തിൽപ്പെട്ട ഇക്കാര്യങ്ങളിലെ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവരുടെ അഭിപ്രായം സ്വീകരിക്കണം. അതനുസരിച്ച് തീരുമാനമെടുക്കാവൂ എന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്. അല്ല, ഉടൻ തന്നെ പ്രവേശനം വേണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കുമ്പോൾ സ്ത്രീ പുരുഷ തുല്യതയ്ക്ക് വേണ്ടി എപ്പോഴും നിൽക്കും. ഒരു ക്ഷേത്രത്തിലെ ആചാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ
പണ്ഡിത ശ്രേഷ്ഠന്മാർ അഭിപ്രായം പറയേണ്ടതാണ്, ആ അഭിപ്രായം കോടതി കേൾക്കണം എന്ന് ഇന്നല്ല എഴുതി കൊടുത്തത്, മുമ്പ് എഴുതി കൊടുത്തതാണ്. അതാണ് യാഥാർത്ഥ്യം. വസ്തുതകളെ മറച്ചു വെക്കുന്നത് കൊണ്ടാണ് തെറ്റായ ആഖ്യാനങ്ങൾ വരുന്നത്. അത്തരം എല്ലാ ആഖ്യാനങ്ങൾക്കും ഒരവസരവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.